നടത്തുന്ന നുണപ്രചാരണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ വന്നപ്പോൾ യാഥാർത്ഥ്യങ്ങളൊക്കെ പുറത്തുവിടുകയാണ് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യയുടെ ആക്രമണത്തിൽ രാജ്യത്തെ നൂർഖാൻ വ്യോമതാവളം തകർന്നുവെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ ഒടുവിൽ സമ്മതിച്ചു. ഇന്ത്യൻ സൈനിക നടപടിയുടെ കാര്യത്തിൽ മൗനം പാലിക്കുകയോ പരസ്യമായി നിഷേധിക്കുകയോ ചെയ്യുന്ന പാകിസ്ഥാന്റെ പതിവ് നിലപാടിന് വിരുദ്ധമായ ഒരു അപൂർവ സമ്മതമാണിത്. നൂർഖാൻ വ്യോമതാവളം ആക്രമണത്തിന് വിധേയമായെന്നും അതിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി കൂടിയായ ധാർ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാനെതിരെ 80 ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി ധാർ അവകാശപ്പെട്ടു. അവയിൽ 79 എണ്ണം പരാജയപ്പെട്ടുവെന്നും എന്നാൽ അവയിലൊന്ന് നൂർഖാൻ വ്യോമതാവളത്തിൽ പതിച്ചുവെന്നും അദ്ദേഹം വീമ്പിളക്കി. എന്നിരുന്നാലും ഇന്ത്യ ആക്രമിച്ച 9 വ്യോമതാവളങ്ങളിൽ ഒന്ന് മാത്രമാണ് നൂർഖാൻ എന്ന വസ്തുതയിൽ നിന്ന് ഉപപ്രധാനമന്ത്രി ഒഴിഞ്ഞുമാറി. 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ ബൈസരൻ താഴ്വരയിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ 26 സാധാരണക്കാരെ കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. 2025 മെയ് മാസത്തിൽ ഇന്ത്യൻ സായുധ സേനാ മേധാവികളും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലും നടത്തിയ പത്രസമ്മേളനത്തിൽ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ എങ്ങനെ തകർത്തുവെന്ന് ചിത്രങ്ങളും ദൃശ്യങ്ങളും ഉദ്ധരിച്ച് ഇന്ത്യ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. യൂസഫ് അസ്കർ, അബ്ദുൾ മാലിക് റൌഫ്, മുദാസിർ അഹമ്മദ് തുടങ്ങിയ മോസ്റ്റ് വാണ്ടഡ് ലക്ഷ്യങ്ങൾ ഉൾപ്പെടെ 100-ലധികം ഭീകരരെ വധിച്ച ആക്രമണങ്ങളിൽ ലഷ്കർ-ഇ-തൊയ്ബ, ജെയ്ഷെ-ഇ-മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവരുടെ കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിട്ടു. ഈ 9 സ്ഥലങ്ങളിൽ 4 എണ്ണം പാകിസ്ഥാനിലും 5 എണ്ണം പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി 2025 മെയ് 7, 8, 9 തീയതികളിൽ രാത്രികളിൽ പാകിസ്ഥാൻ ഇന്ത്യൻ നഗരങ്ങളിൽ തുടർച്ചയായി ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെയും വിജയകരമായി നിർവീര്യമാക്കി. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ ശേഷികളെ നിർവീര്യമാക്കാൻ കാമികേസ് ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യ ശത്രു വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങൾ അടിച്ചമർത്തൽ ആരംഭിച്ചു. ലാഹോറിന്റെ വ്യോമ പ്രതിരോധ സംവിധാനവും പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കിയതിനാൽ ഈ പ്രവർത്തനങ്ങൾ വളരെ വിജയകരമായിരുന്നു. പാകിസ്ഥാന്റെ HQ-9 വ്യോമ പ്രതിരോധ സംവിധാനം ദുർബലമായി കാണപ്പെട്ടു. 2025 മെയ് 9, 10 തീയതികളിൽ ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ വിജയകരമായി ആക്രമിച്ചു. 3 മണിക്കൂറിനുള്ളിൽ നൂർഖാൻ, റഫീഖി, മുരീദ്, സുക്കൂർ, സിയാൽകോട്ട്, പാസ്രൂർ, ചുനിയാൻ, സർഗോധ, സ്കാർഡു, ബൊളാരി, ജാക്കോബാബാദ് എന്നിവയുൾപ്പെടെ 11 സൈനിക കേന്ദ്രങ്ങളെ ഇന്ത്യ ലക്ഷ്യം വെച്ചു. ആക്രമണങ്ങൾക്ക് മുൻപ് ശേഷവുമുള്ള 1-ലധികം സ്രോതസ്സുകളിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ നാശത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കിയിരുന്നു. സർഗോധ, ബൊളാരി പോലുള്ള പ്രധാന ആയുധശേഖര ഡിപ്പോകളെയും വ്യോമതാവളങ്ങളെയും ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നു. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവിടെ F-16, JF-17 യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചിരുന്നു. ഇത് പാകിസ്ഥാന്റെ വ്യോമസേന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ പ്രഹരമേൽപ്പിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം ബൊളാരി വ്യോമതാവളത്തിൽ നടന്ന ബോംബാക്രമണത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് ഉൾപ്പെടെ 50-ലധികം പേർ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നിരവധി പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും ആക്രമണത്തിൽ തകർന്നു. നൂർഖാൻ വ്യോമതാവളത്തിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തെ ഒരു ഉന്നത പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ അംഗീകരിക്കുന്നത് ഇതാദ്യമല്ലെന്ന് ധാർ സമ്മതിച്ചു. 2025 മെയ് മാസത്തിൽ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലുകൾ മെയ് 10 നൂർഖാൻ എയർബേസിലും മറ്റു സ്ഥലങ്ങളിലും ആക്രമണം നടത്തിയതായി പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു. മെയ് 16 പാകിസ്ഥാൻ സ്മാരകത്തിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കവേ ഷെരീഫ് പറഞ്ഞു, മെയ് 10 പുലർച്ചെ 2:30 ജനറൽ സയ്യിദ് അസീം മുനീറിനെ സുരക്ഷിതമായ ഒരു ലൈനിൽ വിളിച്ച് ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലുകൾ നൂർഖാൻ എയർബേസിലും മറ്റ് പ്രദേശങ്ങളിലും ആക്രമണം നടത്തിയതായി അറിയിച്ചു. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ നമ്മുടെ വ്യോമസേന തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു. കൂടാതെ ചൈനീസ് ജെറ്റുകളിൽ പോലും അവർ ആധുനിക ഗാഡ്ജറ്റുകളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുവെന്നും ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാനിലെ പഞ്ചാബിലെ റാവൽപിണ്ടിയുടെ പ്രാന്തപ്രദേശമായ ചക്ലാലയിൽ സ്ഥിതി ചെയ്യുന്ന നൂർഖാൻ വ്യോമതാവളം കൊളോണിയൽ കാലഘട്ടത്തിൽ നിർമ്മിച്ചതും 2ാം ലോക മഹായുദ്ധകാലത്ത് സജീവമായി ഉപയോഗിച്ചിരുന്നതുമാണ്. സ്വാതന്ത്ര്യാനന്തരം ഈ വ്യോമതാവളം പാകിസ്ഥാന്റെ പ്രധാന ഗതാഗത ലോജിസ്റ്റിക്സ് കേന്ദ്രമായി മാറി. അഫ്ഗാനിസ്ഥാനിലെ US പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിലും ഈ താവളം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.